ഏ നമ്മളിന്നത് ഈ ഒരു പാടത്താണ് വന്നിരിക്കുന്നത്. ഈ പാടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാടമാണ്. ഒരു കൂടി വന്ന ഒരു 40 ഏക്കറല്ലേ, 40 ഏക്കറൊക്കെ കാണത്തുള്ളൂ. 50 ഏക്കറേ കാണത്തുള്ളൂ ഈ പാടം. ചെറിയ പാടമാണ്. ഈ പാടത്താണ് വല വെക്കാൻ വന്നിരിക്കുന്നത്. ഏകദേശം പറ്റി ഇത്രയൊക്കെ ആയി. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അത് കൂട്ടത്തിൽ വന്ന ഒരാളെ കൂടി നോക്കുകയെന്നാണ് ഈ താമസിച്ചു പോയി. നേരം നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് വലക്കാരൊക്കെ അവിടെ വന്ന്, ഒരു 3-4 സെറ്റ് വലക്കാരുണ്ട്. അവർ വന്ന് അവിടെ വെച്ച് അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളും വല വെച്ച്. നേരം അവരുടെ ആ വല എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വല കുത്തിയിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വല ഓൾറെഡി കുത്തി വെച്ചിട്ടുണ്ട്. ഇത് മോട്ടോറുകളെ തൊട്ട് പുറയില്ല. നമ്മൾ താമസിച്ച് വന്നെങ്കിലും മോട്ടോർ നിർത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ ഒരു വല കുത്താൻ പറ്റി. ഇവിടെ ഇച്ചിരി ചെറിയ കാടൊക്കെ ഉണ്ട്. ഇതുണ്ട് അവിടെ ഒരു ഇച്ചിരി കരകവും കാടും ഒക്കെ ആയിട്ടാ. ചിലപ്പോൾ അതിനടി എന്തെങ്കിലും നല്ല മീൻ നിൽക്കാൻ സാധ്യത കാണും. പക്ഷെ ചെറുമീനോ വാകയോ അങ്ങനെ എന്തെങ്കിലും നല്ല മീൻ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. നേരം നമുക്ക് വല വെച്ച് നോക്കാം. വല വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് വേണം തപ്പി വരാൻ. അങ്ങ് വേണം തപ്പി വരാൻ. നേരം അവിടുന്ന് തപ്പി വരാൻ നേരത്തെ അറിയാം നമുക്ക് എന്ത് മീൻ കിട്ടുന്നുണ്ടെന്ന്. എന്തായാലും ചെറിയ പൊടിമീനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഓടി നടക്കുന്നുണ്ട്. ഇതിന്റെ 2 സൈഡും കൽക്കെട്ട. ഈ കൽക്കെട്ടിനിടയ്ക്ക് മീൻ കയറി നിൽക്കാൻ സാധ്യതയുണ്ട് നള്ളക്കകത്ത്. അവിടുന്ന് ഒരു കൂട്ടർ വല വെച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് വല എടുത്തിട്ട് വേണം നമുക്ക് തപ്പാൻ ഇറങ്ങാൻ. എന്നാലും നോക്കാം. ചിലപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തപ്പുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഫോൺ മുങ്ങും. ഇവിടെ ചിലപ്പോൾ ഇവിടെ വന്ന് വലയെടുക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അവർ ആ വല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ചിലപ്പോൾ ഈ ഒരു വല, ചിലപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് കയറ്റം കയറി എല്ലാം വല വെക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. ഇഷ്ടം പോലെ വലക്കാരുണ്ട്, ഒത്തിരി വലക്കാരുണ്ട്. കാക്കാരും ഉണ്ടല്ലേ. ഒറ്റാൽ മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കണ്ടത്തിലൊക്കെ. നമ്മളെ വല ഒരെണ്ണം വലിച്ച് ഇവിടെ കൊണ്ട് വെച്ച് നമ്മൾ നേരത്തെ കുത്തി വെച്ച് ഇവിടുന്നാണ് മീൻ തപ്പി ഇറക്കേണ്ടത്. ഒന്നൂറ്റം ചെമ്മീൻ നമുക്ക് കിട്ടിയായിരുന്നു. ഒരാളത് ഈ കാടിനകത്തുണ്ട്. ഇതിനകത്ത് കയറി നോക്കട്ടെ തന്നെയാണ്. തൂളി, തൂളി കയറി സെറ്റ്. എന്റെ പൊന്ന്, തൂളി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും തൂളിയുണ്ട്. തൂളി കയറി അടുങ്ങിയിരിക്കുകയായിരുന്നു. വാഗ പോകുന്നുണ്ട്. വാഗ കരക്കോട്ട് പോകുന്നില്ല. അല്ല, ഇവിടെ ഇടമുണ്ട്. ഇവിടെ കണ്ടത്തിലോട്ടൊരു ഇടമുണ്ട്. എന്തോ ഞാനത് ഇവിടെ കണ്ടത്തിലോട്ടൊരു ഇടമുണ്ടോ. എന്തിനാണ് ഞാനാണ് ഒരു വാഗ ഉണ്ടായിരുന്നു. ഒരു വാഗ നേരെ ചവിട്ടി നിൽക്കുന്ന നോക്കാൻ തൂലിയല്ല. തൂലി കാണാൻ പറ്റുന്ന തൂലിയ. പുഴ അടിച്ച് കലക്കി ചവിട്ടി നിൽക്കുന്ന മൊത്തം തൂലിയ. വല പൊങ്ങത്തില്ലെന്ന് നോക്കി. അടി ഇവിടെ ഒരു കുറ്റിയുണ്ടോ. കൂള് കയറി തിങ്ങി നിൽക്കുക. ഒന്നുണ്ടാടാ പറയാ നല്ല മീനുണ്ടാന്ന് നോക്കുക. കരിമീൻ ഉണ്ടാന്ന് നോക്കുക. ഒരു കരിമീൻ ചെറുതായി വെട്ടിയത്. കയ്യും കാലും കേർത്തുമില്ല.
അടക്കിട്ട് പോകട്ടെ. അടയ്ക്കാനാ ഇത്? എന്നാ വെച്ച് അടയ്ക്കാനാ? ഓക്കെ. ഓളെന്ന് പറയുന്ന അടി മെത്ത വിരിച്ച് കണക്ക് നിൽക്കുവോ? കൊണ്ടുവരുവാനോ തിങ്ങി നിൽക്കുവോ? പക്ഷെ ഇതിനകത്തെ ഒന്നര കരിമീൻ വെള്ളത്തെ തട്ടിനുണ്ട്. ഇതിനകത്ത് മൊത്തം ഈ പൂളിയും കരിമീനും ഉണ്ട്. നമുക്ക് ഈ ഫോൺ വെച്ചുകൊണ്ട് നമുക്ക് ഈ കപ്പൽ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ മുങ്ങി തപ്പണ്ടി വരും. നമ്മൾ വല എടുക്കുന്ന ഇത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഫോൺ വെറുതെ വെള്ളത്തിൽ പോകും. ഒരു പരിപാടി നടക്കത്തില്ല ഫോൺ വെച്ചുകൊണ്ട്. നമ്മുടെ വലയെല്ലാം രണ്ട് സൈഡും പൊക്കി കഴിഞ്ഞു. ഇവിടെയും പൊക്കിയിട്ട് അവിടെയും പൊക്കിയിട്ടു. ഇഷ്ടംപോലെ വെള്ളത്തിന് രണ്ട് ചേട്ടന്മാരെ ഇവിടെ വന്ന് വീശിയത് കണ്ടോ പള്ളത്തി. ഒരു ഒറ്റ വല വീശി അല്ലെ, ഒറ്റ വല വീശി കിട്ടിയ. ഇതെല്ലാം ചെറുതാ കേട്ടോ. ഇത് ചെറുതെല്ലാം നേരെ ആറ്റിക്കളെ. ഇത് കണ്ടോ ഈ ചേട്ടനാ വീശി. ചേട്ടൻ ഇങ്ങോട്ട് നോക്കി. ഈ ചേട്ടനാ വീശി. ചേട്ടൻ വരുന്നേ അജയൻ. ഈ ചേട്ടനാ ഇവിടെ വീശി കേട്ടോ. ഇതാണ് ഇത് വലിയ വെള്ളത്തി, ഒറ്റ ബക്കറ്റ് വെള്ളത്തി ഉണ്ട്. ഇനിയും തിരിയാനുണ്ടോ അതിനകത്ത്? കാണിച്ചോ. എന്റെ കാണിക്ക്. അവിടെ ഞാൻ രണ്ട് എമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെണ്ടില്ലേ? നമുക്ക് ഇപ്പം ഇവിടുന്ന് തപ്പി കിട്ടിയ കരിമീൻ വെള്ളത്തിനും ചെമ്മീനും കേട്ടോ. ഇത്രയും ചെമ്മീൻ കിട്ടിയത്. ഇനി വേറെ ഉണ്ട്. നീ അങ്ങോട്ട് മാറി പിടിച്ച്. എന്റെ ഉടുപ്പിനകത്തുണ്ട്. ഇത് കണ്ട ഒരു ചെറിയൊരു കൊഞ്ച്. എവിടുന്നൊക്കെ വീണെന്ന് പറഞ്ഞില്ല. ഇതെന്താ തപ്പി കിട്ടിയത്? ചെറിയൊരു കൊഞ്ച്. എങ്ങോട്ടൊക്കെ ചാടിപ്പോവാ? ഈ മേത്ത് വല്ലയിടത്ത് ഇരിപ്പുണ്ടോ? വീർത്ത് വല്ല ഇരിപ്പുണ്ടോ? പോക്കറ്റിലൊന്നും ഇല്ല. വലിയ വെള്ളത്തിൽ അതെ നമ്മുടെ പണി നോക്കാം. രണ്ടും മറിച്ചിട്ടിരിക്കുക. പോ സ്റ്റാൻഡുണ്ട്. അത് അറിയാൻ വെച്ചാ പോരെ. വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ടോ? ചെറിയ വെള്ളത്തിൽ. ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അത് പോയാ ഇവിടൊക്കെ ചെമ്മീൻ ഇരിപ്പുണ്ട്. ഈ സൈഡിൽ അതൊക്കെ മുളച്ച അതിനകത്ത് കയറുക. ഇതിനായി കല്ലിനിടയ്ക്ക് ഇരിക്കുന്നുണ്ട്. കൂടെ കല്ലാണല്ലോടാ. ഭയം.
ഇതൊന്നും ഞാൻ ഇടാത്ത സാധനമായിരുന്നല്ലോ, ഇതൊക്കെ ഇടുന്ന കയറി നീട്ടാണ്. ഇല്ല ഇല്ല വയ്ക്കുന്നു. ചെമ്മീനുണ്ട് കേട്ടോ. ചെമ്മീൻ കാണാം, ചാടി കരയ്ക്കുക. കല്ലുണ്ട്, കല്ല്. മുറിഞ്ഞു പോകും. തൂളി എടുക്കണല്ലോ, തൂടി കളഞ്ഞേക്കല്ലോ. ഇല്ലേ തൂളി പെറുക്കി കളഞ്ഞാലോ. തൂളിയെല്ലാം പെറുക്കി വെള്ളത്തിലോട്ട് വിടുക. വിടാ, അതല്ല നല്ലത്. എന്നിട്ട് ഇതുണ്ടതേ ഇവിടെ വല മൊത്തം തൂളിയാ കേട്ടോ, ആന്തരമാനം തൂളിയാ, കളയും എടുക്കുന്നില്ല. ഒന്നും വിലയില്ല, വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അരക്ക് ഇത് ചത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആ വട്ടവല എടുത്ത് കഴിഞ്ഞാൽ കോരിക്കോരി കളഞ്ഞാൽ മതിയായിരുന്നു. പിടി. ഒരു ചേറുമീൻ, ഒരു വാഗി. നോക്കാം. കാരണം എനിക്ക് തപ്പി കിട്ടിയത് അത്ര ഇല്ലെന്ന് തോന്നുന്നല്ലേ. പുളിയെ കളയോ? ഇത്രയും തൂളി കളഞ്ഞപ്പോ ഇല്ല, ഇതിനകത്ത് മൊത്തം കളഞ്ഞ് ഇത്രയേ ഉള്ളായിരുന്നു. പോയിട്ട് വാ. ആ പൊട്ടല് കല്ലേലുടക്കിയത്. വെള്ളത്തിൽ എടുക്കുന്നുണ്ട്. അതിങ്ങനെ മറിച്ചടാ. അതെ, വള്ളത്തെ കൊണ്ടിട്ട് തിരിഞ്ഞാ പോരാ.
കൊല്ലിക്കകത്തെടുത്താലേ ആ കൊല്ലിക്കകത്തോട്ട് മറിച്ചെടുത്തോണ്ട് കമ്പ് അത് വെള്ളത്തിറ എടാ ആ കരിമീൻ കൂടി പെറുക്കിയിട്ട് ചെമ്മീൻ എടുത്ത് കൊല്ലിക്കകത്തിടായിരുന്നു. ഈ കൊല്ലിയല്ല, മറ്റേ വട്ടക്കൊല്ലിക്കകത്തോട്ട്. അല്ല, വെള്ളത്തിൽ വെക്കണ്ട, നേരെ കരുതിട്ട് കൂടാ, ഇല്ലെങ്കിൽ നിനക്ക് നടക്കത്തില്ല. അതുപോരെ. അവിടൊക്കെ പോരല്ലേ, ചെറുതായിട്ട് ഉടക്കി ഇട്ടെന്നേ ഉള്ളൂ. പതുക്കെ വലിക്കണം, മൊത്തം കുറ്റിയ. കുറ്റി കല്ല് മോഞ്ചൻ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അല്ലേ? മോഞ്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. കേട്ടോ, നിങ്ങളടുത്ത പാട്ട് ചോദിച്ചല്ലേ രാജ ഒരുപാട് കൊഞ്ചിനെ മൂല ഒതുക്കി. ഞാൻ ആ വെള്ളത്തിൽ വാട്ടല് 3-4 പേരുണ്ട്. ഞാൻ പറഞ്ഞു തൊട്ട് കഴിഞ്ഞാൽ മുള്ളു കൊള്ളുന്നു. തൂളിയെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണോ തൂളി? ആ ഒക്കെ കരയ്ക്ക് കേൾക്കാനാ. ഇല്ല, എന്താ പറയാ, ഇല്ല, ചത്തു പോയി കഴിഞ്ഞ ഇവിടെ ചീഞ്ഞു. പള്ളത്തിരുത്തി അത്യോ വിലയുള്ള മീനില്ല ഇതിനകത്ത്. കുറച്ച് ചെമ്മീനുണ്ട്. നിങ്ങളോട് ഒന്ന് സഹായിച്ചു തരേണ്ടി വരും കേട്ടോ, ഈ വലയെന്ന് കയറണം. നമ്മുടെ ഈ ചേട്ടൻ ഒരു ചാക്ക് നിറച്ച് തൂളിയായിട്ട് പോവുക. ഈ ചേട്ടനാ ചാക്കിനകത്ത് തൂളി കൊണ്ട് പോകുന്ന ചേട്ടൻ. അതെ, ചേട്ടൻ വൈകുന്നേരം വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ ചേട്ടൻ മതി. യൂട്യൂബിൽ ഫിഷിംഗ് ടീം അടുത്ത ആള് ബക്കറ്റുമായിട്ട് വരുന്നു. എന്തായാലും തൂളി നമുക്ക് കിട്ടിയെങ്കിലും ഇവർക്കത് ആ തൂളി പ്രയോജനം ചെയ്തു കേട്ടോ. അവര് അത് കച്ചവടം ചെയ്ത് അവർക്ക് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് വെള്ളത്തെ അല്ലേ, കുറച്ച് വെള്ളത്തെ കിട്ടിയുള്ളായിരുന്നു. അതെ, വാരി കൊടുത്താലും ആർക്കും വേണ്ട, വെറുതെ കൊടുത്താലും വേണ്ട. അത് രോഹിന്റെ കുഞ്ഞാ. ഇങ്ങനെ അതിട്ടേക്ക്. അയ്യോ പോയാ. പോയില്ല. നമുക്കൊരു 3 കൊഞ്ചുണ്ട്. 3 കൊഞ്ച്, നല്ല കൊഞ്ചാ 3 എണ്ണം.
നമുക്ക് ഇന്ന് കിട്ടിയ മീനാ ഇത്. ഇതിനകത്ത് വലിയ മീനെന്ന് പറഞ്ഞാൽ ഒരു ചെറുമീനും ഒരു വാഗവരാലും ഇത്. പിന്നെ കിട്ടിയ കുറച്ച് ചെമ്മീൻ, എത്ര ഒന്ന് കൊഞ്ച്, 2, 4, 6 കൊഞ്ച്. പിന്നെ അതിനകത്ത് കിടപ്പുണ്ടില്ലേ, അവനൊരു കൊഞ്ചിനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ വള്ളത്തെ കരിമീൻ കൊല്ലി എടുത്തായിരുന്നു കിട്ടിയിട്ട്. ഇത് കരിമീനും പള്ളത്തിയും കൊഞ്ചും കൊശക്കും എല്ലാം ഉണ്ട്. ഇത് തിരിയണം, ചെറുതും വലുതും എല്ലാം. ഇത് തിരിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് വീട്ടിൽ പോകാൻ. അപ്പം ഞങ്ങളുടെ വീഡിയോ, അവൻ കരിമീൻ എടുക്കാം, കരിമീൻ അവിടെ വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ. അവൻ കരിമീൻ എടുക്കാൻ പോയിരിക്കുക, കരിമീൻ അവിടെ വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുക, വലിയ കരിമീൻ. അപ്പം വീണ്ടും നമുക്ക് കാണാം.